അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതാ നമുക്ക് അത്യാവശ്യം വലിയൊരു ചെമ്മീൻ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഞാനത് വൃത്തിയാക്കി ഏകദേശം അതിൻ്റെ തലയോട് കൂടിയിട്ടാണ് എടുത്തത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. ഒരു കിടിലൻ ചെമ്മീൻ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇതിന് മസാല പുരട്ടി വെക്കണം. അപ്പോൾ മസാല എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള മസാലകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മുടെ നാട്ടിലെ, അതായത് മലബാർ ഏരിയയിലെ ചില കള്ള് ഷാപ്പുകൾ, അതേപോലെ തന്നെ എന്താ പറയുക, നാടൻ ഭക്ഷണശാലകളിലൊക്കെ കിട്ടുന്ന ഒരു കിടിലൻ ചെമ്മീൻ ഫ്രൈ ആണ് നമ്മളിന്ന് ആക്കാൻ പോകുന്നത്. അതിന് വളരെ കുറച്ച് മസാലകൾ മാത്രമേ വേണ്ടതുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പം അതെന്തൊക്കെയാണെന്ന് നമുക്ക് കിച്ചണിൽ പോയിട്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇതിന് മസാല പുരട്ടി വെക്കാം ആദ്യം. അപ്പോൾ ചെമ്മീൻ മാരിനേറ്റ് ചെയ്യുന്നതിനുള്ള മസാലയാണ് ആകെ നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. ഉപ്പ്, മുളക് പൊടി, അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് ചേർത്തിട്ട് ചെമ്മീൻ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെക്കുക. അപ്പോൾ നല്ലപോലെ പിടിച്ചിരിക്കും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് നമുക്കൊരു കുറച്ച് സവാള എടുത്തിട്ട് എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ. നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ എടുക്കണ പോലെ ഒരു ബ്രൗൺ കളർ ആക്കിയിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അതിലേക്ക് ഇട്ടിട്ടാണ് ഇത് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചെമ്മീൻ നമ്മൾ നല്ലപോലെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ മീനോ അല്ലെങ്കിൽ ചെമ്മീനോ അങ്ങനെ എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ പ്രത്യേകമായിട്ടൊന്ന് കെയർ ചെയ്യുക. ഫോർമാലിൻ പോലുള്ള നല്ല കെമിക്കൽ ഇട്ടിട്ടുള്ള മീൻ നല്ലപോലെ മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾക്ക് സാധാരണ മീനൊക്കെ ആണെങ്കിൽ കുറച്ചിങ്ങനെ സോഫ്റ്റായിട്ട് ഇരിക്കും. ഫോർമാലിൻ പോലുള്ള കെമിക്കൽസൊക്കെ ഇട്ടിട്ട് വരുന്നതാണെങ്കിൽ ഹാർഡായിട്ടുണ്ടാവും. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ ഭയങ്കര ഹാർഡായിട്ട് കല്ലുപോലെ ഉണ്ടാവും. പിന്നെ അത് കട്ട് ചെയ്യുമ്പോഴും തിരിയും. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ അങ്ങനത്തെ ഒന്നും വാങ്ങാണ്ടിരിക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുമെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്യുക. അഥവാ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നീടൊരു അവസരത്തിൽ ചെയ്താലും മതി. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് സവാളയാണ് അടുത്തായിട്ട് വേണ്ടത്. അപ്പം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പരുവത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. അതായത് നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പം ചെമ്മീൻ്റെ അളവനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത്. നമുക്കിപ്പോൾ അത്യാവശ്യം വലിയ ചെമ്മീനാണ്, ഒരു 10-15 ഉണ്ട്. അപ്പോൾ ആ ഒരു പരുവത്തിൽ ഞാനിപ്പോൾ ഒരു ചെറിയ ഉള്ളി 3 എടുത്തത്. വലിയ ഉള്ളി ആണെങ്കിൽ ഒരു 1.5-2 മതിയാവും. അപ്പോൾ ആ ഒരു പരുവത്തിൽ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ പിന്നെ ഓയിലും അതുപോലെ തന്നെ സവാളയും റെഡിയായി. ഇനിയിപ്പം അടുപ്പത്തേക്കൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് ഇതിട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ചെമ്മീനിൽ ഓൾറെഡി ഉപ്പിട്ടതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ള മാത്രം കുറച്ച് ഉപ്പിട്ടാൽ മതി. ജസ്റ്റ് ഒന്ന് ഉള്ളി വരണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഉപ്പിട്ടാൽ മതി. ബാക്കി നമ്മൾ ചെമ്മീനിലെ മസാലയിൽ ഉണ്ടല്ലോ ഓൾറെഡി. ഇനി ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇപ്പം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇങ്ങനെ ബ്രൗൺ കളർ ആയി വരുന്ന സമയത്ത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് മതി, അധികം വേണ്ട. ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. അപ്പം ബ്രൗണായി വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മുളക് പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം, കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വരുവാകുന്ന സമയത്ത് നമ്മൾ ചെമ്മീൻ ആഡ് ചെയ്യുക, നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ചെമ്മീൻ വേവാൻ്റെ ടൈമിൽ വെക്കുക. ഈ ശേല ഫ്രൈ ആക്കി എടുക്കും. അറിയാം നല്ലപോലെ നിൻ്റെ ഗ്രേവിയൊക്കെ ഇനി അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഉണ്ടല്ലേ, നല്ലപോലെ അരവൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. നല്ലപോലെ വെന്തിട്ടും ഉണ്ട്, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പം സിമ്പിളായിട്ടുള്ള സംഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.